അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള മുടിയാണ് എന്നും ആ ഒരു മുടിക്ക് ഇങ്ങനെയുള്ള ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നും വിശ്വസിക്കുന്ന വിശ്വാസികൾ മാത്രം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സദസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. ഏകദേശം നബിദിനമാകാറായപ്പോഴത്തേന് ഒരു സീസണൽ ബിസിനസ്സുമായിട്ട് കാന്തപുരം ഇറങ്ങിയതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. ഇതിനു മുമ്പ് കാന്തപുരത്തിനെ കുറിച്ച് നല്ല വാക്കുകൾ എന്നെ കൊണ്ട് പറയും, അല്ലാതെ പൊതുപരിപാടിയിൽ വെച്ചിട്ടല്ല. ഇങ്ങനെ ഒരു വിശ്വാസം ഇന്ത്യയിൽ ജീവിക്കുന്ന മറ്റുള്ള വ്യക്തികൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം കൊണ്ട് ജീവിക്കാനുള്ള അനുവാദം നമ്മുടെ നീതിന്യായ സംവിധാനം നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ള കാര്യവുമല്ല. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം. പിന്നെ ഇതൊരു സീസണൽ ആത്മീയ കച്ചവടമാണ് എന്ന് പറയുന്നവര് ChatGPT തുടങ്ങിയ AI സംവിധാനത്തോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാകും. മർക്കസിനിക്ക് ആഫ്രിക്കയിലടക്കം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ 50ഓളം ആരോഗ്യ സേവന വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഉള്ളത് എന്ന്. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും നിർധരർക്കും വേണ്ടി സൗജന്യമായി സേവനം ചെയ്യുന്ന ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. മർക്കസിന് ഒരു വരുമാന സ്രോതസ് ഇല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളിലുള്ള വിശ്വാസമുള്ളവർ മാത്രം നൽകുന്ന ദാനധർമ്മങ്ങളെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഒരുപാട് ബംഗ്ലാവ് ഉള്ളതായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികൾ ഉള്ളതായിട്ടും നിങ്ങൾക്ക് എവിടെ നിന്നും തെളിയിക്കാൻ സാധിക്കില്ല.